നമ്മൾ പല റീഡിങ്ങിലും കാണാറുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നല്ലേ. എന്താണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. എന്ത് കാര്യങ്ങളൊക്കെയാണ് ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? കാർഡ്സ് ഷഫിൾഡ് ആണ് കേട്ടോ. 4 ഓഫ് വാൻഡ്സ്, വാവ്. പേജ് ഓഫ് വാൻഡ്സ്, ശരി. കിങ് ഓഫ് പെൻഡക്കിൾസ്, ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, വെരി ഗുഡ്. 6 ഓഫ് കപ്സ്, 9 ഓഫ് പെൻഡക്കിൾസ്, 6 ഓഫ് പെൻഡക്കിൾസ്, വെരി ഗുഡ്. 10 ഓഫ് പെൻഡക്കിൾസ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്. നല്ല കാര്യങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആദ്യം എന്താണ്? നിങ്ങൾ അവരുമായിട്ട് ഒരു വിവാഹത്തിന് സമ്മതിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നൊക്കെ തന്നെയാണ് ആദ്യത്തെ മാനിഫെസ്റ്റേഷൻ. 4 ഓഫ് വാൻഡ്സ് അല്ലേ, പ്രപ്പോസൽ, കല്യാണം, ഒരു ലവ്, ന്യൂ ബിഗിനിങ്, അതൊക്കെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട്, ഏറ്റവും പ്രബലമായിട്ട് കേട്ടോ. പേജ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നിങ്ങളിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ അവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്കൊരു പ്രപ്പോസൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്യണം, അതവർ തുറന്ന് പറയണം, നിങ്ങൾ തുറന്ന് പറയണം, അത് അവർ അക്സെപ്റ്റ് ചെയ്യണം എന്നവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ നിന്നും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പിശുക്ക് കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നും അവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതേപോലെ കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് പെൻഡക്കിൾസ് രണ്ടും തന്നെ ഒന്നിച്ചെടുക്കുമ്പോൾ നിങ്ങൾ പാർട്ട്നേഴ്സായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ വേറെന്താണ്, രണ്ടുപേരും തന്നെ ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. 6 ഓഫ് കപ്സ് വെച്ച് ഒരുപാട് കാലം നിങ്ങളുടെ ഒപ്പം ജീവിക്കണം, നല്ല മെമ്മറീസ് ഉണ്ടാക്കണം, ലോങ് ടേം നിങ്ങൾ അവരുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണം എന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, 9 ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളുടെ ഒപ്പം വളരെയധികം സ്നേഹത്തോടെ, എന്താ പറയുക, കരുതലോടെ ജീവിതം കെട്ടിപ്പടുക്കുക എന്ന് പറയില്ലേ, ലൈക്ക് സേവിങ്സ് ഉണ്ടാക്കുന്നത്, വീട് ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്ന, യാത്രകൾ പോകുന്നത്, ഒന്നിച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒരു വീട് സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മളത് ഡ്രീം ചെയ്യില്ലേ, നമ്മുടെ പാർട്ട്ണറോടൊപ്പം നമ്മളൊരു വീട് ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ ഒരു ഡ്രീം, അത് അവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ മൊത്തം ഒരു അബൻഡന്റ് ലൈഫ്, അതാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. 6 ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങൾ മൊത്തം ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് അവർ ആഗ്രഹിക്കേണ്ട, സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റി വളരെയധികം സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്ന്. 10 ഓഫ് പെൻഡക്കിൾസ് വെച്ച് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ഫാമിലി നിങ്ങൾക്ക് വേണമെന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് കുടുംബം, കുട്ടികൾ, അച്ഛൻ, അമ്മ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് ഒരു കുടുംബമായിട്ട്, ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് ജീവിക്കുന്നത് അവരുടെ ഏറ്റവും വലിയൊരു മാനിഫെസ്റ്റേഷൻ ആണ് കേട്ടോ. ഏസ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് ഒരു ന്യൂ ബിഗിനിങ്, എല്ലാ രീതിയിലും, സാമ്പത്തികമായിട്ടാവട്ടെ, കുടുംബപരമായിട്ടാവട്ടെ, എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്നും അവർ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്.